സുനിൽ സാറ്, ഈ സാം കടമ്പനിട്ട എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രിമിനലാണ്. മനസ്സിലായോ? അദ്ദേഹം കുറച്ച് 1, 2, 3 ഈ പാട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇറക്കി അമേരിക്ക വന്നൊരു ഫ്രോഡാണ്. അമേരിക്ക വന്ന് അദ്ദേഹം ഇവിടെ പല ബന്ധുക്കോസുകാരെയും പറ്റിച്ച്, ഇവിടെ ഇനാംകോ എന്ന് പറഞ്ഞൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉണ്ടായിരുന്നു, അതൊരു മലയാളിയുടെ ആയിരുന്നു. ആ അച്ചായനെ പറ്റിച്ച് എനിക്ക് തോന്നുന്നു അന്നത്തെ സമയത്ത് $300,000 അടിച്ചുകൊണ്ട് പോയ ഒരു കള്ള കഴിവുടാമനാണ് ഇവന്. മനസ്സിലായി? ഇവനെ ഈ സാം കടമ്പനിട്ട് എന്ന് പറഞ്ഞവന് ഭൂലോക ഫ്രോഡാണ്. അവസാനം അദ്ദേഹം ഇടപെട്ട് ഇവൻ്റെ മോനെ കൊല്ലുവോ അങ്ങനെ ചെയ്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഈ സാം കടമ്പനിട്ട. ഇവൻ ഈ പെന്തക്കോസുകാരുടെയൊക്കെ ബോൾസ് തിരുമ്മിക്കൊടുത്ത് നക്കാപ്പിച്ച ഉണ്ടാക്കാൻ നടക്കുന്നൊരു തെണ്ടിയാണ് ഇവന്. മനസ്സിലായി? ഫ്രോഡാണ് ഇവന്, ഭൂലോക ഫ്രോഡാണ്. അവൻ ഇവിടെയും പോയി KP മോഹനൻ്റെ അവിടെയും പോയി മറ്റേ പന്തപ്പള്ളിയൊക്കെ ആയിട്ടുള്ള ഫ്രോഡ് പരിപാടി കൂടുന്ന ഒരുത്തനാണ് അവൻ. ഇപ്പൊ സാം കടമ്പനിട്ടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നേ. അതായത് അയാൾ എന്തോ ഒരു ഹിഡൻ അജണ്ടയും കൊണ്ട് വന്നതാ. അയാൾ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന കളി കേട്ടില്ലേ? താങ്കൾ സംസാരിക്കുന്നതെല്ലാം തെളിവിന്റെ പുറത്താണ്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അകത്ത് കിടക്കത്തില്ലയോ? അത് ഈ വിറ്റ് മനസ്സിലാക്കാത്ത എന്താ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോളല്ലേ തങ്ങളെ പോലെ ഒരു സീസൺഡ് ആയിട്ടുള്ള കടിച്ചാൻ പൊട്ടാത്ത ഒരു സാധനത്തിന്റെ അടുത്ത് തമാശ എടുത്താൽ കാര്യം നടക്കുമോ? നടക്കത്തില്ല. അത് തന്നെയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കുന്ന ഉടനെ തെളിവുകളൊന്നും ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും കയറ്റി പറയാനും. സാം കടമ്പനിട്ടയായിട്ട് ചർച്ച ചെയ്യുന്നത് കണ്ടു. ആ സാം ഞങ്ങളുടെ പള്ളിയിലെ മെമ്പറാ, എറണാകുളത്തെ. കള്ളം പറയുന്ന കടമ്പനിട്ടയിലാണ്. കടമ്പനിട്ടയുടെ സ്ഥലമാണ്, ജനിച്ചു വളർന്നു. അയാൾ പള്ളിയിൽ എന്നും വഴക്കാണ്. അച്ഛന്മാരെ വരെ അടിക്കാൻ പോയവനാ. ഏറ്റവും ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഒരു മനുഷ്യനെ അയാളെ ഇഷ്ടമില്ല. ഭയങ്കര പ്രശ്നം. അവിടെ നാട്ടിലിരുന്ന പള്ളിയിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഓടിച്ചിട്ട് ഇവിടെ വന്ന് സെറ്റിലായ അയാൾ മാധ്യമ പ്രവർത്തനമല്ല, ഒന്നുമല്ല. വേറെ എന്തൊക്കെയോ പണിയാണ്. കാക്കാണ് ക്രിസ്തോസ്. അവന്റെ പണി ഇങ്ങനെ പണ്ടൊക്കെ ചെയ്തോണ്ടിരുന്ന CD ഒക്കെ ഉണ്ടാക്കി അതും ഇതൊക്കെ അങ്ങനത്തെ എന്തൊക്കെയോ. പള്ളിയിലിരുന്ന അച്ഛനോട് ചെയ്ത ക്രൂരത കണ്ട ഞങ്ങളെല്ലാം ഹൃദയം പൊട്ടി കരയുമായിരുന്നു. എന്ത് നല്ലൊരു അച്ഛനായിരുന്നു പറയാം. അച്ഛനെ ദ്രോഹിക്കാവുന്ന മുഴുവൻ ദ്രോഹിച്ചവന്. അവനെ വെറുതെ വിടരുതെന്ന് ഞങ്ങളെല്ലാരും പറഞ്ഞു. ആർക്കും ഇഷ്ടമില്ല. അവന് മണ്ഡലത്തിലെ ഇലക്ഷന് നിൽക്കുക, അതിന് തോറ്റ് തൊപ്പിയിട്ട് 250 വോട്ട് പോലും കിട്ടിയിട്ടില്ല. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത്. എപ്പോഴും പള്ളി പ്രശ്നം. വലിയ ആളാണ്. ഇപ്പൊ കൊയരെന്നൊക്കെ മാറി 2 പിള്ളേരും ഉണ്ട്, വൈഫും ഉണ്ട്. താമസിക്കുന്നത് ചിറ്റേത്തുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അയാളെ പറ്റി പറയുന്ന എല്ലാം ഫുള്ള് ശരിയായ കാര്യമല്ലേ യോഹന്നാന്റെ കാര്യം. എന്റെ പേര് ഡോക്ടർ AJ എബ്രഹാം. ഞാൻ കഴിഞ്ഞ ദിവസം IQ ന്യൂസിന്റെ സാം കടമ്പനിട്ടുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ കേട്ടു. താങ്കളാണെന്ന് പറഞ്ഞ എല്ലാ ആശയങ്ങളും ഞാൻ കേൾക്കുന്ന കൂട്ടത്തിലാണ്, സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കടമ്പനിട്ടക്കാരൻ സംസാരിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. അവൻ പറയുന്നത് അവൻ മാർത്തോമാക്കാരനാണ്. മാർത്തോമാക്കാരനാണെങ്കിൽ KP മോഹനന് വേണ്ടി സംസാരിക്കുന്നില്ല. ഞാൻ വിളിച്ചൊരു ആശംസ അറിയിക്കേണ്ട ആളിനെ തന്നെയാണ് വേണ്ടി തന്നത്. അതായത് ഞാൻ തുറന്നു പറയാം, താങ്കൾ ചെയ്യുന്നത് ഒരു സുവിശേഷ വേലയാണ്. കാശോ മറ്റൊന്നും അതിൻ്റെ അകത്തൊരു വിഷയമൊന്നുമല്ല. വചനം വിറ്റ് തിന്നുന്നവനെ വചനത്തിന്റെ മുനയോടുകൂടി തന്നെ പുറത്ത് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ബൈബിൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ നിന്ദിക്കുന്നവനെ ഞാൻ നിങ്ങളെ കീറിക്കളയും. ഇപ്പൊ കീറിക്കളഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഈ പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പലയിടത്തും പോയിട്ടുള്ളതാണ്. അവിടെ പുള്ളിയുടെ പേരിൽ പോയിട്ടുള്ള ഒന്നുമല്ല. ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മീറ്റിങ്ങുകൾക്ക് പോകുമ്പം മീറ്റിങ്ങിന് വേണ്ടി ഈ അവർ വാടകയ്ക്ക് എടുക്കുന്നത് പുള്ളിയുടെ ഏതെങ്കിലും ഹോളൊക്കെയാണ്. ആ ഹോളിലൊക്കെ പോയി ഞാൻ മീറ്റിംഗ് നടത്തിയപ്പോൾ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് KP മോഹനനെന്ന്, KP മോഹനൻ്റെതാണെന്ന്. അപ്പൊ അങ്ങനെയുള്ളിടത്തിന്റെ എല്ലാം ഇന്ന് അതെല്ലാം അന്യാധീനപ്പെട്ട് കിടക്കുക വല്ലവന്റെയും കയ്യിലാണ്. ഇതിനൊന്നും പുള്ളിക്ക് യാതൊരു ഫ്യൂച്ചറും ഇല്ല. ഓരോരുത്തരുടെ കയ്യിലാണ് ഇതൊക്കെ. ഇവൻ മർത്തോമാ സഭയില് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്രട്ട് മ്യൂസിക് അങ്ങനെ സാധനം ഉണ്ടല്ലോ, DSMC എന്നും പറഞ്ഞ് അതിനകത്ത് കയറുകയും പണ്ടൊരു ശ്രീലങ്കൻ ഡോക്ടറേറ്റ്, ഉടായിപ്പ് ഡോക്ടറേറ്റ് ഒക്കെ ചേർത്തായിരുന്നു ഇവൻ അറിയപ്പെട്ടിരുന്നത്. ഇവനൊരു ഭൂലോക ഉടായിപ്പാണ്. ഇവന് ഇടയ്ക്ക് ഒരു അമേരിക്കൻ വിസിറ്റ് ഒക്കെ നടത്തിയായിരുന്നു. പിന്നെ കുറെ കാസറ്റ് ഇറക്കുക പരിപാടിയാണ്. സംഗീത സംവിധായകനായിട്ടൊക്കെ വിലസുകയാണ്. ഇടയ്ക്ക് സഭയിലൊക്കെ കയറാൻ നോക്കി, കത്തനാരാകാൻ നോക്കിയൊന്നും അത് നടന്നില്ല. പുറത്തായി. എന്തോ ആരാണ്ടൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് പുറത്തായി. ഒത്തിരി ഉണ്ട്, ഉടായ്പ ഒത്തിരി ഉണ്ട്. ഇങ്ങനെ ഉടായ്പാണ്, ഉടായ്പ ഡോക്ടറേറ്റ് കിട്ടിയതാണ്. അച്ഛന്മാരെയൊക്കെ മണിയടിച്ച്, തിരുമേനിമാരെയൊക്കെ മണിയടിച്ച് കുറെ ഇത് നേടിയിട്ടുണ്ട്. ഞാൻ ഈ കടമ്പനിട്ടയുമായിട്ടുള്ള സംഭാഷണം കേട്ടു. അവന് വെറും ഒരു സ്റ്റൂപ്പിഡാണ്. അവന് പറയുന്ന കേട്ടില്ലയോ, ഇവൻ്റെ ഏതായാലും സുനിൽ നല്ല മറുപടി കൊടുത്തതിന് നന്ദി.
അവന് വലിയ ഡോക്ടറേറ്റ് എടുത്ത് സാം കടമനട്ട എന്നും പറഞ്ഞുകൊണ്ട് വരിക. അവനെ വെറും ചുമ്മാതുള്ള ഒരു പനച്ചെറുക്ക എങ്ങാണ്ടൊന്ന് ഡോക്ടറേറ്റ് 5 രൂപയ്ക്ക് ഇവിടെ കിട്ടും, അത് വാങ്ങിച്ച് കൊണ്ടുപോയി ഡോക്ടറേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുക. ഇത് KP യോഹന്നാനെ കൊന്നത് ആണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതാരും കൊന്നു, ആരാണിത് എന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല അവരുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഉള്ളതാണ്. അല്ലാതെ ഈ കടമ്പനായിട്ട് ഇവനൊന്നും പറയുന്ന ഇവനൊക്കെ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ ഓർക്കുക. അതല്ലെന്നേ, അവനെ എന്തൊക്കെയോ കിട്ടും അവിടുന്ന്, അത് വാങ്ങിച്ചുകൊണ്ട് അവൻ സൈഡ് ചേർന്ന് എന്ന് പറയുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഞാൻ കേട്ട് കുറച്ച് സാം കടമ്പനായിട്ടുമായിട്ട് സംസാരമേ, അവരോടൊന്നും സംസാരിക്കാൻ പോലെ അവനൊക്കെ ആറ്റം സാധനങ്ങളാണ്. ഏതാ മണിയടിച്ചും മസ്കി അടിച്ചും തിരുമേനിമാരൊക്കെ കൂടെ നടക്കുന്ന പാർട്ടികളൊക്കെ മൊത്തം സ്വഭാവക്കാരനാണ്, എനിക്കറിയാം. ഞാൻ പറയാൻ കാരണം, ഇനി ആരെങ്കിലും ചോദിച്ചത് പറഞ്ഞാൽ മതി, എന്തുകൊണ്ടാണ് സുനിൽ മാത്യുവിന് ഇതിനെപ്പറ്റി സംശയം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അത്രയും വക്രത ബുദ്ധി ഇല്ലാത്തവരും ഞാൻ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. KP യോഹന്നാൻ മരണത്തിൽ സുനിൽ മാത്യു ഇത്രമാത്രം സംശയം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ പോലെ വക്ര ബുദ്ധിയുള്ള ആളൊന്നുമല്ല, ഞാൻ ഒരു സാധാരണ രീതിയിൽ നോർമലായിട്ട് ചിന്തിക്കുന്ന മനുഷ്യനാണ്, അതുകൊണ്ടുള്ളതേ ഉള്ളൂ. താങ്കൾ വലിയ മഹാനായ വ്യക്തിയാണ് ഇതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനോടൊക്കെ വാചു പഠിക്കുക, അതിനോട് എക്സ്പ്ലനേഷൻ കൊടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ജന്മത്തിൽ ഇവനാരും വിശ്വസിക്കുകയില്ല. ഇവനൊക്കെ ആറ്റം സാധനങ്ങളാണ്, കെടിയെത്തിയ സാധനങ്ങൾ ഇവരെല്ലാം. ഈ മാർത്തമക്കാരനായി ഇവൻ ഇയാൾക്ക് ഇത്രമാത്രം കൊണ്ടുവരേണ്ട ആവശ്യമായിരുന്നു. ഈ മാർത്തമക്കാരന് ഈ KP യോഹന്നാൻ ഏത് മാർത്തമക്കാരനായിരുന്നു? താറാ യോഹന്നാൻ. ഈ വൃത്തിയായിട്ടവൻ ഈ കാണിച്ചതെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇയാളെ എല്ലാ ചരണം ഞാൻ എഴുതിയത് എല്ലാത്തിനും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, വ്യക്തമായിട്ട് എഴുതി. നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ആത്മീയ വ്യഭിചാരം നടത്തിയ വ്യക്തിയായി ഈ മനുഷ്യൻ, ആത്മീയ വ്യഭിചാരം, അതാണ് ഞാൻ ഉപയോഗിക്കേണ്ട വാക്ക്. 1000 കോടി കിട്ടിയപ്പോൾ അയാൾ 10 ലക്ഷം രൂപ പാവപ്പെട്ടവർക്ക് കൊടുത്തു, അല്ലേ? നിങ്ങൾക്ക് അതുകൊണ്ട് കൊള്ളുന്നു ചോദിച്ചാൽ എനിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള ഒരു വക്രബുദ്ധി ഇല്ലാത്ത സാധാരണ മനുഷ്യനാണ് ഞാൻ. എന്റെ സാമാന്യ ബുദ്ധി ചെയ്തിട്ട് ഇങ്ങനെ ഈ കാറിടിച്ച് കൊന്നതിലും ചത്തതിലും ഒക്കെ എനിക്കൊരു സംശയം തോന്നുന്നു. അത് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ താങ്കൾ വലിയ ബുദ്ധിമാനായിരിക്കട്ടെ, ആയിക്കോട്ടെ, എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. താങ്കൾ IQ ലെവൽ വളരെ കൂടിയ ആയിരിക്കുമല്ലോ. ഇന്റലിജൻസ് കോഷ്യന്റ് IQ ഏറ്റവും ബുദ്ധിമാനുള്ള ആൽബർട്ട് ഐൻസ്റ്റീനെക്കാട്ടും IQ കൂടുതലുള്ള മനുഷ്യരായിരിക്കും നിങ്ങളൊക്കെ. ആയിക്കോട്ടെ, നിങ്ങൾ അതിനെ കണ്ടിന്യൂ ചെയ്തോളൂ. അതുകൊണ്ട് പാവം പിടിച്ച മനുഷ്യൻ, അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. ധൈര്യമായിട്ട് തുറന്നുകൊള്ളുക, യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ സാം കടമ്പനിട്ടായിട്ടുള്ള കേൾക്കുമായിരുന്നു. എന്തായാലും താങ്കളുടെ പ്രയത്നം കൊണ്ടെങ്കിലും പുറത്തു വരുന്നെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരെ സഹായിച്ചൊരു മനുഷ്യനാണ്. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് എന്ത് നേട്ടം ഉണ്ടായെന്നുള്ളത് ഇതിനേക്കാൾ കൂടുതൽ ഒത്തിരി ഇപ്പോൾ ഈ ഹൈ റേഞ്ചിലൊക്കെ ഉള്ള എന്നൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ സുവിശേഷീകരണത്തിനൊക്കെ പോയി ഒത്തിരി കാര്യം 300 രൂപ വെച്ച് 80കളിൽ കൊടുത്തിട്ടുള്ളൂ. ഞാനും KP യെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഹൈ റേഞ്ചിലൊക്കെ അന്ന് ഈ അതിരാവിലെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോകുമ്പം എല്ലാ ചായക്കടകളിലും ഞാൻ KP യോഹന്നാൻ മഞ്ചാടി വ്യൂ ആ ഒരു ഇത് കേൾക്കാം. അതിന് ചുറ്റും ഒത്തിരി ആൾക്കാർ കൂടിയിരുന്നു. അതൊന്നും പിന്നെ അന്നൊക്കെ ഹൈ റേഞ്ചിൽ വെന്റിക്കോസ് സമൂഹം എന്ന് പറയുന്നത് വളരെ വിരലുണ്ടാവുന്ന ഒരു കാലമാണ്. കാത്തലിക്സും ഹിന്ദുക്കളും പിന്നെ യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും മർത്തമക്കാരും ഒക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു പിന്നെ വചനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഇരുന്ന് ഇത് കേൾക്കുകയും വളരെ ചില സമയത്ത് കരയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമയം അദ്ദേഹത്തെ പിന്നെ ഇവിടെ എന്നെ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ എന്നെ ഐറ്റിയിടുന്ന സമയം വരെ ഉള്ളൊരു കാലം എന്തൊക്കെ നടന്നിട്ടുണ്ട്. ദാവീദ് ശൗലിനെ കുറിച്ച് പറയുന്ന പോലെ അഭിഷിക്തൻ്റെ മേൽ കൈവെക്കാൻ ഞാനാളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഉന്നയിക്കുന്ന ഓരോ കാര്യം പന്തപ്പള്ളിയോടാണ് അവസാനം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തുടങ്ങിയുള്ള തെളിവുകൾ തന്നെയല്ല, പെട്ടെന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല, അത് അപകടമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും പിന്നെ ചിന്തിക്കേണ്ടതാണ്, അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇവർ KP യുടെ കുടുംബം തന്നെ ഇവരുടെ ഒരു കൺട്രോളിലായിപ്പോയോ, അങ്ങനെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇപ്പം താങ്കൾ എടുക്കുന്ന ആ ഒരു പ്രയത്നമുണ്ടല്ലോ, അത് വളരെ വിലപ്പെട്ടതാണ്. അത് തെളിവോടെ പുറത്തു വന്നാൽ അത് അദ്ദേഹത്തെ KP യെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് വലിയൊരു ഒരു നല്ലൊരു അറിവായിരിക്കും ഞാൻ വിചാരിക്കുകയാണ്. കാലിഫോർണിയയിൽ നിന്ന് മാത്യു എന്ന് പറഞ്ഞ ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടു. KP യോഹന്നാനെ ന്യായീകരണ തൊഴിലാളി വന്നു. ഭയങ്കര നന്നായിട്ടുണ്ട്. എല്ലാതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. പോകാൻ ആവശ്യമാണ്. മനസ്സിലാക്കണ്ടല്ലേ, ഇവിടെ തന്നെ ടെക്സസിൽ തന്നെ $3 ട്രില്യൺ എങ്ങാണ്ടാ. അതെല്ലാം കൂടെ ഇന്ത്യയിലുള്ളവരെല്ലാം 2047 ആകുമ്പോഴത്തേക്കും
ഇന്ത്യയിലുള്ളവരെല്ലാം മാമോസ മമ്മി വേദം കൂടുന്ന പറഞ്ഞ് ഇവിടെയുള്ളവരെല്ലാം കളിപ്പിച്ച് കൊണ്ടുപോയിട്ട് ഇവിടെ കോടതി ടെക്സസ് കോടതിയിൽ നിന്ന് ഉണ്ടാക്കിയത് കോംപ്രമൈസ് ആക്കിയത് $1 ട്രില്യൺ കൊടുത്താണ്. അതുപോലെ ഇ ഡി ബുക്കിന് എത്ര കോടി രൂപയുടെയാണ്. ഇതെല്ലാം ഇവനെ പരിശുദ്ധനാക്കിയിട്ട് ഉണ്ടായിരുന്ന ഞാനും ചെറുപ്പത്തിലൊക്കെ ഈ സിലോണിൽ നിന്ന് വരുന്ന ഇവന്റെ ആത്മീയാത്രയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുഴുവൻ കൂട്ടി പണത്തിന് പുറകെ പോയത് വൃത്തികെട്ടവർക്ക്. ആത്മീയത മറ്റുള്ളവരുടെ മേടിച്ചല്ല ഇതെല്ലാം ഈ ചാറ്റ് നടത്തുന്നത്. അവനവന്റെ പോക്കറ്റിനെടുത്ത് നടത്താൻ മതി. ഇത് മറ്റുള്ളവന്റെ മേടിച്ച് കൊടുത്ത് കുറച്ച് 90 കൊടുത്തേച്ച് 10 കൊടുത്തേച്ച് ബാക്കിയെല്ലാം ചെയ്യുന്ന എൻ്റെ ഒരു അവസ്ഥ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് നന്നായിട്ടുണ്ട്, ഒരു അടിപൊളിയായിട്ടുണ്ട്. അവൻ ഏതായാലും മാർത്തോമാ സഭ നിന്ന് ഇങ്ങോട്ട് ഇയാളെ കൂടെ കൂടി എല്ലാം പറ്റിക്കൊണ്ട് നടക്കുന്നതാണ് അത് തോന്നുന്നത്. ഉദയപൂരിൽ നിന്നാണേ. എന്റെ പേര് തോമസ് വർഗീസ്. സാറിന്റെ പ്രോഗ്രാം ഒക്കെ വളരെ നല്ലതാണ്. നല്ല പെർഫോമൻസ്. KP യോഹന്നാന്റെ ആയാലും ആരുടെ ആയാലും എല്ലാം വളരെ നല്ല കാര്യങ്ങൾ. സാറിനെ അഭിനന്ദിക്കാനാ, ആ സാറിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെ അഭിനന്ദിക്കാനാണ് വിളിച്ചത്. KP യോഹന്നാന്റെ ഒരു കാര്യം സാറ് വിട്ടുപോയി. കുറെ വർഷങ്ങൾക്ക് മുൻപ് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സഭയിൽ 25,000 രൂപ ഫാമിലിക്ക് കൊടുത്ത് നമ്മുടെ അണക്കര, കുറ്റടി, വണ്ടൻമേട്, കൊച്ചറ ആ ഭാഗത്തൊക്കെ ഉള്ള ഒരുപാട് പാവപ്പെട്ട ആളുകളെയൊക്കെ പുള്ളിക്കാരൻ ഇതിനകത്ത് സഭയെ ചേർത്തിട്ടുണ്ട്. 25,000 രൂപ പെർ ഫാമിലി ചേർത്തിട്ടുണ്ട്. മാർത്തോമായി നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ സകലവേദ ജാതികളിൽ നിന്നും. അതായത് അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, മാർത്തോമായിലുള്ള എനിക്ക് നല്ലതായിട്ട് അറിയാം അണക്കരയുള്ള ഒരു ഫാമിലി, അതും ഇത് ബിലീവേഴ്സ് ചർച്ചിൽ മെമ്പറായി മാർത്തോമാ സഭയിൽ നിന്ന്, അണക്കര സെന്റ് പോൾസ് മാർത്തോമാ ചർച്ചിൽ നിന്ന് അവർ വിട്ട് ഇതിനകത്ത് ചേർന്നു. 25,000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു മോളുണ്ടായിരുന്നു, അതിന്റെ വിവാഹം നടത്താനായിട്ട് യാതൊരു തരത്തിലും ഇതിനകത്താണെന്ന് അറിഞ്ഞുകൊണ്ട് വിവാഹം ഒന്നും നടക്കുകയില്ല. ബിലീവേഴ്സ് ചർച്ചിലാണെന്ന് അറിഞ്ഞുകൊണ്ട് വിവാഹം നടക്കുകയില്ല. ആ സാഹചര്യത്തിൽ അവിടെ പോകുന്ന ഒരിടത്തുനിന്നും അവർ കിണഞ്ഞ പരിശ്രമിച്ചൊന്നും കൊച്ചിന്റെ വിവാഹം നടക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യമേ പെന്തിക്കോസിലൊന്നും അന്വേഷിച്ചു, അവിടെ ഒന്നും കിട്ടത്തില്ല. ബിലീവേഴ്സ് ചർച്ചിൽ നോക്കി, അവിടെയും കിട്ടുകയില്ല. പിന്നെ മാർത്തോമയിൽ ആരും സമ്മതിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് അത് വിട്ട് മാർത്തോമാ സഭയിൽ ചെന്നു. തീർച്ചയായും നല്ല ഒന്നാമതരം ക്രിസ്ത്യാനികൾ മാർത്തോമാക്കാർ. അതായത് അത് കഴിഞ്ഞിട്ട് മാർത്തോമാ സഭയിൽ ചെന്നു. മാർത്തോമാ സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പം അന്തസ്സായ രീതിയിൽ കഴിഞ്ഞ വർഷം കൊച്ചിന്റെ കല്യാണം പത്തനംതിട്ട നടത്തി. നല്ല അന്തസ്സായ രീതി. അങ്ങനെ ഇപ്പൊ അവർ മാർത്തോമാ സഭയിലെ ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് ഇപ്പം പിന്നെയും എഗെയിൻ നടന്നുകൊണ്ടിരിക്കുക. സാറിന്റെ എല്ലാ കാര്യത്തിനും ദൈവം തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ മുഴുവനും സമർപ്പിച്ച് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. സാറിനെ ദൈവം ശക്തീകരിക്കട്ടെ. സാർ പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. ഒരു എംബോക്ക് ഈ മിനിഞ്ഞാന്നങ്ങാണ്ട് വിളിച്ച് ഞാൻ കേട്ടായിരുന്നു. സാമെന്ന് പറയുന്ന ഒരുത്തൻ പത്തനംതിട്ട അങ്ങാണ്ട് വിളിച്ച് അയ്യോ എന്തെങ്കിലും സാറതിന്റെ തലേദിവസം പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കേട്ട് അത് എന്നിട്ടാണോ അത് പറഞ്ഞത്? ഇതൊന്നും ഒരു വകയും മനസ്സിലാക്കാതെ അറ്റവും മുറിയും വാലും തൊങ്ങലും കേട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്ന് ചകഞ്ഞ് പിടിച്ചെന്ന് പറയുന്ന ഒരു മാർത്തോമാക്കാരൻ്റെ ഇത് കേട്ടു. അവനെ ഞാൻ എംബോക്കെന്നാണ് പിടിക്കുന്നത്. ശരിക്കും പറഞ്ഞുതരാം. അവന് ബാക്കി ഇത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബാക്കി ഞാൻ കൊടുത്തോളാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.